യുക്രൈൻ സമാധാന ചർച്ചകളിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയമായ നീക്കങ്ങളിൽ യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സഖ്യത്തിലും അതൃപ്തി പുകയുന്നു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള മധ്യസ്ഥ ചർച്ചയിൽ യുക്രൈന്റെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിമർശനമുയർത്തി യൂറോപ്യൻ യൂണിയൻ. യുക്രൈനില്ലാതെ സമാധാന ചർച്ചയുണ്ടാകരുതെന്ന് ബ്രിട്ടൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനു മുന്നിൽ ഡൊണാൾഡ് ട്രംപ് അടിയറവ് പറഞ്ഞെന്ന് ജർമ്മനി. യൂറോപ്പിന്റെ സുരക്ഷ അമേരിക്കയുടെ പ്രധാന പരിഗണനാ വിഷയമല്ലെന്ന് തുറന്നു പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് നാറ്റോയ്ക്ക് കൂടുതൽ സാമ്പത്തിക സഹായം നൽകാൻ തയ്യാറല്ലെന്ന് ട്രംപ് ഭരണകൂടം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ യൂറോപ്പ് സ്വന്തം സായുധ സേന ഉണ്ടാക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. ട്രംപിന്റെ നീക്കം യൂറോപ്യൻ യൂണിയനിലും നാറ്റോ സഖ്യത്തിലും ഉണ്ടാക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ എന്തെല്ലാമായിരിക്കുമെന്ന ആകാംക്ഷയിൽ രാജ്യാന്തര സമൂഹവും. ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ റഷ്യയും യുക്രൈനും ചർച്ചയ്ക്ക് തയ്യാറായാൽ ഇരു രാജ്യങ്ങളും പിടിച്ചെടുത്ത പ്രദേശങ്ങളുടെ പരസ്പര കൈമാറ്റം എന്ന നിർദ്ദേശം യുക്രൈൻ മുന്നോട്ട് വെക്കുമെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. യുക്രൈനിലെ റഷ്യയുടെ കൈവശമുള്ള ഭൂപ്രദേശങ്ങൾക്ക് പകരം കുസ്കിലെ യുക്രൈൻ അധിനിവേശ പ്രദേശം റഷ്യയ്ക്ക് നൽകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഗാർഡിയന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. റഷ്യയുടെ അധീനതയിലുള്ള ഏതെല്ലാം പ്രദേശങ്ങളാണ് തിരികെ ചോദിക്കുക എന്ന ചോദ്യത്തിന് തങ്ങളുടെ എല്ലാ ഭൂപ്രദേശങ്ങളും പ്രധാനപ്പെട്ടതാണെന്നും അതിൽ മുൻഗണനകളില്ലെന്നുമായിരുന്നു സെലൻസ്കിയുടെ മറുപടി. 2014 റഷ്യ യുക്രൈനിൽ നിന്ന് ക്രിമിയ പിടിച്ചെടുത്തത്. പിന്നീട് 2022 ഡോണെസ്ക്, ഖെർസൺ, ലുഹൻസ്ക, സപ്പോറിഷ്യ എന്നീ മേഖലകളും പിടിച്ചെടുത്തു. കരാറുണ്ടാക്കുന്നുണ്ടെങ്കിൽ കർശനമായ സുരക്ഷാ ഗ്യാരണ്ടിയും വേണമെന്ന നിലപാടാണ് സെലൻസ്കിക്ക്. നാറ്റോ അംഗത്വം, സമാധാന സേനയുടെ വിന്യാസം ഉൾപ്പെടെയുള്ള സൈനിക ഉടമ്പടികൾ അടങ്ങുന്ന വ്യവസ്ഥകൾ കരാറിലുണ്ടാകണമെന്നാണ് യുക്രൈൻ നിലപാട്. അല്ലാത്തപക്ഷം റഷ്യ സൈന്യത്തെ പുനഃസംഘടിപ്പിക്കുമെന്നും വീണ്ടും ആക്രമണം നടത്തിയേക്കുമെന്നുമാണ് യുക്രൈന്റെ ആശങ്ക. എന്നാൽ യുക്രൈനെ ഒഴിവാക്കി ഡൊണാൾഡ് ട്രംപും വ്ളാഡിമിർ പുടിനും ഉണ്ടാക്കുന്ന സമാധാന ധാരണ അംഗീകരിക്കില്ലെന്ന് സെലൻസ്കി വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ യുക്രൈൻ പ്രസിഡന്റിന് എത്രത്തോളം പ്രാധാന്യം ഡൊണാൾഡ് ട്രംപ് നൽകുമെന്നതിനെക്കുറിച്ച് വരും നാളുകളിൽ അറിയാം. അതേസമയം ട്രംപിന്റെ സമാധാന നീക്കങ്ങളിൽ യുക്രൈന്റെ ആവശ്യങ്ങൾ നിരാകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. അതുകൊണ്ട് തന്നെ യുക്രൈൻ ചർച്ചയിൽ തങ്ങളെ ഒഴിവാക്കരുതെന്ന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങി 7 യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിനോടും പുടിനോടും ആവശ്യപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയ്ക്കും അതൃപ്തിയുണ്ട്. യുക്രൈന്റെ ഭാവി സംബന്ധിച്ച ചർച്ചകളിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും ഉണ്ടാകണമെന്ന ആവശ്യം അവരും മുന്നോട്ട് വച്ചിട്ടുണ്ട്. യുക്രൈൻ ഇല്ലാതെ യുക്രൈൻ വിഷയത്തിൽ ചർച്ചയുണ്ടാവില്ലെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി പറഞ്ഞു. യുക്രൈന്റെ നാറ്റോ അംഗത്വം ഉപേക്ഷിക്കപ്പെട്ട വിഷയമല്ലെന്നാണ് സ്വീഡിഷ് പ്രതിരോധ മന്ത്രി പാൽ ജോൺസൺ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. സമാധാന നീക്കങ്ങളെ സ്വാഗതം ചെയ്യുന്നുവെങ്കിലും ചർച്ച ആരംഭിക്കുന്നതിന് മുൻപേ പുടിനോട് ട്രംപ് അടിയറവ് പറഞ്ഞെന്ന് ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് അഭിപ്രായപ്പെട്ടു. റഷ്യ ഭാവിയിൽ കൂടുതൽ ഭൂമി പിടിച്ചെടുക്കില്ലെന്ന് ഉറപ്പു നൽകുന്ന സമാധാന ധാരണയാണ് വേണ്ടതെന്ന് നാറ്റോ മേധാവി മാർക്ക് ററ്റെ പറഞ്ഞു. ട്രംപിന്റെ നീക്കങ്ങൾ യുക്രൈൻ സൈനികരെ വഞ്ചിക്കലാണെന്ന വിമർശനത്തോട് യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെ വിയോജിച്ചു. അതിനിടെ യുക്രൈൻ യുദ്ധത്തോടും യൂറോപ്യൻ പ്രതിരോധത്തോടുമുള്ള നയം ഡൊണാൾഡ് ട്രംപും യുഎസും മാറ്റുന്ന സാഹചര്യത്തിൽ മറുനീക്കവുമായി നാറ്റോ സഖ്യം. അമേരിക്കയുടെ പ്രത്യക്ഷ സഹായമില്ലാതെ കിഴക്കൻ യൂറോപ്പിൽ അതിദ്രുതം സേനാവിന്യാസം നടത്തുന്നതിനുള്ള കഴിവ് പരിശോധിക്കാൻ നാറ്റോ സൈനികാഭ്യാസം തുടങ്ങി. 6 ആഴ്ച നീളുന്ന അഭ്യാസ പ്രകടനത്തെ സ്റ്റെഡ്ഫാസ്റ്റ് ഡാർക്ക് 2025 എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ബൾഗേറിയ, ഗ്രീസ്, റൊമാനിയ എന്നിവിടങ്ങളിലായി നടക്കുന്ന അഭ്യാസത്തിൽ 9 നാറ്റോ രാജ്യങ്ങളിൽ നിന്നായി 10,000-ഓളം സൈനികർ പങ്കെടുക്കുന്നുണ്ട്. യുക്രൈന്റെ സൈനിക ചെലവിന്റെ ഗണ്യമായ ഭാഗം യൂറോപ്യൻ യൂണിയൻ വഹിക്കണമെന്നും പ്രതിരോധ ചെലവ് കൂട്ടണമെന്നുമുള്ള ട്രംപിന്റെ ആവശ്യം യുഎസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് ആവർത്തിച്ചതിന് പിന്നാലെയാണ് നാറ്റോ സഖ്യം ദ്രുതഗതിയിലുള്ള സൈനികാഭ്യാസത്തിന് തയ്യാറായത്. 2600 സൈനികരെയും 730 സൈനിക വാഹനങ്ങളുമായി ബ്രിട്ടനാണ് അഭ്യാസത്തിന് നേതൃത്വം നൽകുന്നത്.